എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. അധ്യായം 10. നഷ്ടപ്പെട്ട കിനാവുകൾ. ആ പഴയ സിമന്റ് ഗോഡൌണിന് മുകളിൽ ആകാശം കരയുകയായിരുന്നു. കനത്തു പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ തറയിലെ ചോരക്കറകളെ കഴുകിമാറ്റാൻ പാടുപെട്ടു. പക്ഷേ മീരയുടെ വെളുത്ത ചുരിദാറിൽ പറ്റിപ്പിടിച്ച ആര്യന്റെ രക്തത്തിന് കട്ടി കൂടി വന്നു. അവന്റെ തല തന്റെ മടിയിൽ വെച്ച് അവൾ തകർന്നു പോയിരിക്കുന്നു. കൊച്ചി നഗരത്തെ വിറപ്പിച്ച ആ മഹാബലൻ ഇന്ന് വെറുമൊരു മരത്തടി പോലെ നിശ്ചലനായിരിക്കുന്നു. അവന്റെ ശ്വാസം ഓരോ നിമിഷവും ദുർബലമായിക്കൊണ്ടിരുന്നു. ആര്യൻ, കണ്ണു തുറക്കൂ. എന്നെ തനിച്ചാക്കില്ലെന്ന് വാക്ക് നൽകിയതല്ലേ? മീരയുടെ അലർച്ച ആ വലിയ ഗോഡൌണിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ശബ്ദത്തിന് പ്രണയത്തിന്റെ വേദനയേക്കാൾ മരണത്തിന്റെ തണുപ്പായിരുന്നു. ദൂരെ പോലീസ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇൻസ്പെക്ടർ വിജയും സംഘവും അകത്തേക്ക് ഇരച്ചു കയറി. അവിടെ കണ്ട കാഴ്ച അവരെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അധോലോക നായകൻ ആര്യൻ, അവനെ മാറോട് ചേർത്ത് നിലവിളിക്കുന്ന മീര, കയ്യിൽ വിറയ്ക്കുന്ന തോക്കുമായി ശവമായി കിടക്കുന്ന ഷെരീഫും സഞ്ജയും ഒരു യുഗത്തിന്റെ അന്ത്യം പോലെ ആ സ്ഥലം തോന്നിപ്പിച്ചു. ആര്യനെ ഉടൻ തന്നെ നഗരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സൈറണുകൾ മുഴക്കി ആംബുലൻസ് പായുമ്പോൾ ഉള്ളിൽ മീര അവന്റെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. അവന്റെ കൈകൾക്ക് ക്രമാതീതമായ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ഹോസ്പിറ്റലിലെത്തിയതും സ്ട്രെച്ചറിലേറ്റിയ ആര്യനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. വാതിലിന് മുകളിലെ ചുവന്ന വിളക്ക് തെളിഞ്ഞു. മീര ആ തണുത്ത ഇടനാഴിയിലെ കസേരയിൽ തളർന്നിരുന്നു. അവളുടെ കയ്യിൽ ഇപ്പോഴും ആര്യന്റെ ഉണങ്ങാത്ത രക്തത്തിന്റെ മണമുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം മുഖ്യ ശസ്ത്രക്രിയാ വിദഗ്ധൻ പുറത്തുവന്നു. മീര ഓടിച്ചെന്നു. ഡോക്ടർ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഡോക്ടർ മുഖത്തെ മാസ്ക് മാറ്റി ഒരു ദീർഘശ്വാസം വിട്ടു. അവസ്ഥ അതീവ ഗുരുതരമാണ് മീര. 3 വെടിയുണ്ടകൾ ശരീരത്തിലുണ്ട്. അതിലൊന്ന് ഹൃദയത്തിന് തൊട്ടടുത്താണ്. പക്ഷേ അതല്ല പ്രധാന പ്രശ്നം. അമിതമായ രക്തസ്രാവം കാരണം അവയവങ്ങൾ ഒന്നൊന്നായി പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കോമയിലാണ്. അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്. ആയുസ്സുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം മടങ്ങിവരും. മീരയുടെ ലോകം അവിടെ തകർന്നു വീഴുകയായിരുന്നു. താൻ കണ്ട സ്വപ്നങ്ങൾ, ആര്യനോടൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കാമെന്ന മോഹങ്ങൾ എല്ലാം വെറും മരീചികയായി മാറുമോ എന്ന ഭയം അവളെ പിടികൂടി. ആര്യന്റെ അവസ്ഥ അറിഞ്ഞതോടെ നഗരത്തിലെ ശത്രുക്കൾ വീണ്ടും ഉണർന്നു. അവനെ ഹോസ്പിറ്റലിൽ വെച്ച് വകവരുത്താൻ പലരും നീക്കങ്ങൾ നടത്തി. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും മീര അവിടെ കാവൽ നിന്നു. ഒരു സാധാരണ നഴ്സായിരുന്ന മീര ഇന്ന് ആര്യന്റെ സർവ്വകരുത്തുമായി മാറി. ഇൻസ്പെക്ടർ വിജയ് അവളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു. മീര, നിനക്കറിയാമോ നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന്? ഒരു കൊടും ക്രിമിനലിനെ. അവനുവേണ്ടി നീ നിന്റെ ജീവിതം പാഴാക്കുകയാണ്. മീര ഇൻസ്പെക്ടറുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ഇൻസ്പെക്ടർ, ലോകത്തിന് അവൻ ഒരു ഗാങ്സ്റ്റർ ആയിരിക്കാം. പക്ഷേ എനിക്കവൻ എന്റെ ജീവനാണ്. സ്നേഹിക്കാൻ ഒരു മനുഷ്യനാകണമെന്നേ ഉള്ളൂ, നല്ലവനാകണമെന്നില്ല. അദ്ദേഹം എന്നെ സ്നേഹിച്ചത് ഒന്നിനും വേണ്ടിയല്ല. ഇനിയുള്ള കാലം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇവിടെയുണ്ടാകും. ആര്യന്റെ പഴയ വിശ്വസ്തനായ പ്രകാശ് പരിക്കുകളോടെ അവിടെ എത്തി. കൊച്ചമ്മേ, നമ്മൾ ഒറ്റപ്പെട്ടില്ല. ഭായിയെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആളുകൾ ഹോസ്പിറ്റലിന് പുറത്ത് കാവലുണ്ട്. ഭായിക്കൊന്നും സംഭവിക്കില്ല. മീര ICUവിന്റെ ചില്ലുവാതിലിലൂടെ അകത്തേക്ക് നോക്കി. കുഴലുകൾക്കിടയിൽ, യന്ത്രങ്ങളുടെ നിർത്താതെയുള്ള ശബ്ദങ്ങൾക്കിടയിൽ ആര്യൻ അനക്കമില്ലാതെ കിടക്കുന്നു. അവന്റെ ഓരോ ശ്വാസവും മീരയുടെ പ്രാർത്ഥനയായിരുന്നു. ആ രാത്രി മീര ഉറങ്ങിയില്ല. അവൾ ആര്യനുമായുള്ള ഓരോ നിമിഷവും ഓർത്തെടുത്തു. ആ മഴരാത്രിയിലെ ആദ്യത്തെ കണ്ടുമുട്ടൽ, അവൻ ഭീതിയോടെ നോക്കിയിരുന്ന ആ കണ്ണുകൾ, പിന്നീട് എത്രത്തോളം സ്നേഹത്തോടെയാണ് അവളെ നോക്കിയത്. അവൻ നൽകിയ കറുത്ത പൂമ്പാറ്റയുടെ മാല അവളുടെ കഴുത്തിൽ കിടന്നു തിളങ്ങി. ആ ലോക്കറ്റിൽ അവൾ മുറുകെ പിടിച്ചു. നമുക്കൊരു ചെറിയ ഫാം ഹൗസ് വാങ്ങണം ആര്യൻ. അവിടെ നമുക്ക് കൃഷി ചെയ്യാം, ഒരു സാധാരണ കുടുംബമായി ജീവിക്കാം. അവൾ അന്ന് പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ പരിഹാസം പോലെ മുഴങ്ങി. ആ സ്വപ്നങ്ങൾ ഇനി സഫലമാകുമോ? അതോ ആര്യൻ മടങ്ങിവരാത്ത ലോകത്തേക്ക് യാത്രയാകുമോ? പെട്ടെന്ന് ICUവിനുള്ളിൽ അപായസൂചന നൽകുന്ന സൈറൺ മുഴങ്ങി. ഡോക്ടർമാരും നഴ്സുമാരും OT അകത്തേക്ക് കയറി. ആര്യന്റെ ഹൃദയമിടിപ്പ് കാണിക്കുന്ന മോണിറ്ററിലെ വരകൾ നേർരേഖയാകാൻ തുടങ്ങുന്നു. മീര തകർന്നുപോയി. അവൾ ആ ചില്ലുവാതിലിൽ തട്ടി ഉറക്കെ വിളിച്ചു. ആര്യൻ, തിരിച്ചു വരൂ. എന്നെ തനിച്ചാക്കി പോകാൻ നിങ്ങൾക്ക് അവകാശമില്ല. ആര്യൻ. നിശബ്ദത പടർന്ന ആ ഇടനാഴിയിൽ മീരയുടെ ഹൃദയം തകരുന്ന കരച്ചിൽ മാത്രം അവശേഷിച്ചു. കിനാവുകൾ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി മരവിച്ച ആ അന്തരീക്ഷത്തിൽ അലയടിച്ചു. മരണം ആര്യനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുകയാണോ? ആര്യന്റെ ഹൃദയം നിലയ്ക്കുകയാണോ? മരണത്തിന്റെ തണുത്ത കൈകൾ അവനെ പൂർണ്ണമായി മൂടിക്കഴിഞ്ഞു. മീരയുടെ അചഞ്ചലമായ പ്രണയത്തിന് മരണത്തിന്റെ വാതിലുകൾ തകർക്കാൻ കഴിയുമോ? ആര്യന്റെ അധോലോക സാമ്രാജ്യം ചാരമായി കഴിഞ്ഞു.
ഇനി ശേഷിക്കുന്നത് അവന്റെ ജീവനായുള്ള ഈ പോരാട്ടം മാത്രമാണ്. ആര്യൻ മടങ്ങിവരുമോ? കഥയുടെ അവിശ്വസനീയമായ അടുത്ത ഭാഗം ഉടൻ വരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.